സ്തോത്ര കീർത്തനങ്ങളോടും ആഘോഷിക്കപ്പെടുന്ന, സ്മരിക്കപ്പെടുന്ന ഈ സുന്ദര മുഹൂർത്തത്തിൽ ആ തിരുപ്പിറവിയെ സംബന്ധിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം ഇത്യാദി വിഷയങ്ങളെക്കുറിച്ചുള്ള കാതലായ കാര്യങ്ങൾ ഞങ്ങളുടെ സ്നേഹിതരോട് പങ്കുവയ്ക്കുക എന്ന സദ്ുദ്യമത്തോട് ക്രമീകരിച്ചിരിക്കുന്ന ഈ യോഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സുവിശേഷത്തിൻ്റെ ദീപ്തി പരത്തിയും ഉപദേശ സത്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് നിലകൊള്ളുന്ന പ്രസ്തുത സഭയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവരുടെ സുവിശേഷ പ്രവർത്തന സംരംഭത്തിൽ പുതിയൊരു കാൽവയ്പ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പരസ്യമായ സുവിശേഷ യോഗം എന്നുള്ളത് ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം പ്രസ്തുത സഭയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്യുകയാണ്. ഈ സ്ഥലം സഭയോട് സംബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളിൽ വിവിധങ്ങളായ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് എനിക്കിടയായിട്ടുണ്ട് എന്നുള്ള മുൻ ദിവസങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാവശ്യത്തെ ഈ യോഗത്തിലും വചന പ്രഘോഷണത്തിന് എന്നെ ക്ഷണിച്ച് അവസരം നൽകിയതിലുള്ള നന്ദിയും കടപ്പാടും സഭയോടും സഭാ നേതൃത്വത്തോടും ഈ പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയാണ്. ഈ മനോഹരമായ യോഗത്തിൽ മാറ്റേകിക്കൊണ്ട് ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ച ഞങ്ങളുടെ സഹോദരങ്ങളോടുള്ള നന്ദിയും ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ വിവിധ ശുശ്രൂഷകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർക്കായി ദൈവത്തിന് സ്തോത്രം. അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവവചനം കേൾക്കുന്നതിന് പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന ബഹുമാനീയരായ കൂട്ട് സഹോദരീ സഹോദരന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുമാത്രമല്ല, ഈ ഉച്ചഭാഷിണിയുടെ ശബ്ദവൃത്ത വലയത്തിൽ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അസ്ഥിയിൽ നിന്നും അസ്ഥിയും രക്തത്തിൽ നിന്നും രക്തവുമായ ഈ പുനലൂരിലെ പ്രബുദ്ധരായ ദേശനിവാസികൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്വാഗതവും സ്നേഹവും നന്ദിയും ഈ യോഗത്തോട് സംബന്ധപ്പെട്ട് അറിയിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഈ യോഗങ്ങൾ 3 ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ആരംഭ ദിവസമാണ് ഇന്ന്. നാളെയും നാളെ കഴിഞ്ഞും 2 ദിവസങ്ങളിലും കൂടി ഈ യോഗം തുടരുകയാണ്. ആത്മീയ ലോകത്തിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരും സുപ്രസിദ്ധ സുവിശേഷ പ്രസംഗകരുമായ ചാണ്ടപ്പിള്ള ഫിലിപ്പ്, PS തമ്പാൻ തുടങ്ങിയുള്ള അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ അടുത്ത ദിവസങ്ങളിലും ദൈവവചനം ശുശ്രൂഷിക്കുകയാണ്. ഈ വചന പ്രഘോഷണവും ദൈവവചനത്തിൻ്റെ കൂടിവരവും ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളും ഈ പുനലൂർ പട്ടണത്തിന് ഒരു ആത്മീയ നവോത്ഥാനത്തിന് വഴിതൊരുക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചും ആശംസിച്ചും കൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ഇനിയുള്ള സമയം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഒരു പ്രാവശ്യം കൂടി ക്ഷണിച്ചുകൊള്ളുകയാണ്. ഞാൻ ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്നുള്ളത് മത്തായി എഴുതിയ സുവിശേഷത്തിലെ 3 ചോദ്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ 3 ചോദ്യങ്ങൾ, അതാണ് ഈ സന്ദേശത്തിൻ്റെ പ്രമേയം എന്നുള്ളത്. അല്പം ബൃഹത്തായ വിശാലമായ ഒരു വിഷയമാണ് എന്ന് വരികിലും എനിക്ക് അനുവദനീയമായ സമയപരിധിക്കുള്ളിൽ ഞാൻ ആ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയും അതിനായി ദൈവത്തിൽ ശരണപ്പെടുകയും ചെയ്യുകയാണ്. ഒന്നാമത്തെ ചോദ്യം മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 4-ാം ഭാഗത്തിൻ്റെ അവസാന ഭാഗം, ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത്? ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത്? ഈ ശബ്ദം പുറത്തുനിന്ന് ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ മാന്യ സ്നേഹിതരോട് ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു. ഇവിടെ കേൾപ്പിക്കപ്പെടുന്ന ഈ സന്ദേശം ഒരുവിധമായ മുൻവിധികളുടെയും വെളിച്ചത്തിൽ കേൾക്കാതെ എല്ലാ തെറ്റിദ്ധാരണകളും മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടായ ഈ സന്ദേശം വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ എന്നും അപേക്ഷിക്കുകയാണ്. ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത്?
ഇന്നേക്ക് 2023 കൊല്ലങ്ങൾക്ക് മുമ്പ് പരത്വൻ്റെ അവതാരമായി, പരിശുദ്ധിയുടെ നിറകുടമായി, പാപികളുടെ രക്ഷകനായി പാലസ്തീനിലെ യഹൂദിയയിലെ ബേത്ലഹേമിൽ കർത്താവായ യേശുക്രിസ്തു തിരുവവതാരം ചെയ്തു. നാം അറിയുന്നത് പോലെ പാലസ്തീനിലുള്ള യഹൂദിയയിലെ ബേത്ലഹേമിൽ കർത്താവായ യേശുക്രിസ്തു ജന്മമെടുത്ത് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ, അല്പനാളുകൾ കഴിഞ്ഞപ്പോൾ യെരുശലേമിന് കിഴക്ക് നിന്ന്, ഒരുപക്ഷെ അത് ഇന്ത്യയിൽ നിന്നാകാം, ബാബ്ലോണിൽ നിന്നാകാം, പേർഷ്യയിൽ നിന്നാകാം, സ്ഥലം എവിടെയുമായിക്കൊള്ളട്ടെ, യെരുശലേമിന് കിഴക്ക് നിന്ന് ചില വിദ്വാൻമാർ, വാനശാസ്ത്രജ്ഞന്മാർ, അവർക്ക് വാനത്തിൽ കാണുവാൻ കഴിഞ്ഞ വ്യത്യസ്തമായ യേശുക്രിസ്തുവിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിൻ്റെ നക്ഷത്രം ആകാശത്ത് അവർക്ക് കാണുവാൻ കഴിഞ്ഞു. നക്ഷത്രത്തിൻ്റെ പ്രത്യേകമായ ഗതിവിഗതികൾ മനസ്സിലാക്കിയ വാനനിരീക്ഷകരായ ശാസ്ത്രജ്ഞന്മാരായ ഈ ആളുകൾ ആ നക്ഷത്രത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട് ഇതാ നടക്കുവാനായി തുടങ്ങി. അവർ നടന്ന് ഇതാ യഹൂദിയയിൽ എത്തി. അവിടെ രാജാവായ ഹേരോദാവിൻ്റെ അരമനയുടെ അകത്ത് നിന്നുകൊണ്ട്, അരമനയുടെ അങ്കണത്തിൽ നിന്നുകൊണ്ട് അവർ ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? വളരെ ശ്രദ്ധിച്ച് ഈ ശബ്ദം എന്നോടൊപ്പം സഞ്ചരിച്ച് ശ്രവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ. അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ ഹേരോദ രാജാവിൻ്റെ കൊട്ടാര വളപ്പിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഉള്ളം കലങ്ങിയ, പതറിപ്പോയ, അന്ന് യഹൂദിയ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ മഹാനായ ഹേരോദാവ് ഒന്ന് ഭയന്നുപോയി. അദ്ദേഹം ആരെവിടെ എന്ന് ചോദിക്കുന്നു. കൊട്ടാരത്തിലെ അകമ്പടി നായകന്മാർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നുകൂടി. അവരോട് ഹേരോദാവ് ചോദിക്കുകയാണ്, ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത്? ഒരു മതാധിഷ്ഠിത രാഷ്ട്രത്തിൻ്റെ തലവനായ ഹേരോദാവിന് ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്നുള്ള വിഷയത്തിൽ ആവശ്യമായ പരിജ്ഞാനമില്ല എന്നുള്ളത് ആ ചോദ്യത്തിൽ തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് മഹാപുരോഹിതന്മാരെയും വേദശാസ്ത്രികളെയും കൊട്ടാരത്തിൽ വരുത്തി. അങ്ങനെ വന്നുകൂടിയ വേദശാസ്ത്രജ്ഞന്മാർ വേദപുസ്തകത്തിലെ പഴയ നിയമ താളുകൾ ഇങ്ങനെ വിടർത്തി പരീക്ഷിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുവാനായി തുടങ്ങി. അന്വേഷണത്തിൻ്റെ ഒടുവിൽ അവർ പറഞ്ഞു, പ്രഭു, യഹൂദിയയിലെ ബേത്ലഹേമിലാണ് ക്രിസ്തു ജനിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. അവരുടെ വാക്കുകളാണ് പിന്നെ നാം വായിക്കുന്നത്, എന്ന് എഴുതിയിരിക്കുന്നു. എന്തെഴുതിയിരിക്കുന്നു? ക്രിസ്തു യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിക്കും എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് തൊട്ടാണ് ഇത് എഴുതി തുടങ്ങിയത്. യേശുക്രിസ്തുവിൻ്റെ തിരു അവതാരം എന്നുള്ളത് അവതരിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും മുമ്പേ എഴുതപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ജനനം ആകസ്മികമായ ഒരു സംഭവമായിരുന്നില്ല. ആ ജനനത്തെ സംബന്ധിച്ച് വ്യക്തമായ രേഖകൾ പ്രവചന താളുകളിൽ കാലങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ടിരുന്നതാണ്. പ്രവാചകന്മാർ ദൈവാത്മാവിനാൽ നിറഞ്ഞ് എഴുതപ്പെട്ട പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ടാണ് യേശുക്രിസ്തു ഈ ഉലകത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ദൈവദാസന്മാരായ വേദപണ്ഡിതന്മാർ കണക്കാക്കി പറയുന്നത് അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ കന്യകാ ജനനത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ ഏതാണ്ട് 333 പരം പ്രവചനങ്ങളുണ്ട് എന്നാണ്. ആ പ്രവചന ശൃംഖലയുടെ ആദ്യത്തെ കണ്ണി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, സ്ത്രീയുടെ സന്തതിയായി അവൻ ജനിക്കുമെന്ന്. ഉൽപ്പത്തി 9-ാം അധ്യായത്തിൽ അവൻ അബ്രഹാമിൻ്റെ വംശത്തിൽ വരുമെന്നും, ഉൽപ്പത്തി 49-ാം അധ്യായത്തിൽ യഹൂദാ ഗോത്രത്തിൽ അവൻ വരുമെന്നും, സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൽ ആ ജനനം വിളിച്ചറിയിക്കുന്ന പ്രത്യേകമായ ഒരു നക്ഷത്രം യാക്കോബിൽ നിന്ന് ഉദിക്കുമെന്നും, യെരമ്യാവ് 23-ാം അധ്യായത്തിൽ അത് ദാവീദിൻ്റെ സന്തതിയിൽ നിന്നുമായിരിക്കും സംഭവിക്കുന്നതെന്നും, മീഖാ പ്രവചനം 5-ാം അധ്യായത്തിൽ ബേത്ലഹേമിലായിരിക്കും അവൻ ജനിക്കുന്നത് എന്നും തീർന്നില്ല. യെശയ്യാവ് 7-ാം അധ്യായത്തിൽ ജനിക്കുന്ന കുട്ടി ആൺകുട്ടിയായിരിക്കുമെന്നും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൻ്റെ വിവരം വരെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ശിശുവിൻ്റെ അത്യന്തം സവിശേഷമായ പ്രത്യേകതകൾ അവിടെ ഉന്നം പിഴയ്ക്കാതെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും യെശയ്യാവ് 53-ാം അധ്യായത്തിൽ വരുമ്പോൾ ജനിക്കുന്ന ശിശുവിൻ്റെ തുടർന്നുള്ള ജീവിതവും മരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22-ാം സങ്കീർത്തനത്തിൽ ആ ശിശുവിൻ്റെ ക്രൂശ് മരണവും, 23-ാം സങ്കീർത്തനത്തിൽ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും, 24-ാം സങ്കീർത്തനത്തിൽ സ്വർഗാരോഹണവും. ഇങ്ങനെ ജനിക്കുന്ന ശിശുവിനെ സംബന്ധിച്ചുള്ള ജനന, ജീവിത, മരണ, അടക്ക, പുനരുത്ഥാനം വരെയുള്ള സമസ്ത വിഷയങ്ങളെയും കുറിച്ചുള്ള വ്യക്തമായ, സ്പഷ്ടമായ, തെറ്റുകൂടാത്ത പ്രവചന ശുദ്ധങ്ങൾ പഴയ നിയമത്താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ക്രിസ്തുവിനെ സംബന്ധിച്ച് എഴുതപ്പെട്ട ഒരു പിടി പ്രവചനങ്ങളുടെ അകമ്പടിയോടുകൂടെയാണ് മറിയയുടെ മകനായി ഈ മണ്ണിൻ്റെ മടിയിൽ കർത്താവായ യേശുക്രിസ്തു എന്ന അഖില ലോക രക്ഷകൻ ഉലകത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അവൻ ബേത്ലഹേമിൽ തന്നെ ജനിക്കണം എന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മീഖാ പ്രവാചകൻ എഴുതി വച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ദാവീദ് ജനിച്ച് വളർന്ന അഭിഷിക്തനായ അതേ ദാവീദിൻ്റെ പട്ടണം, ബേത്ലഹേമിനെ ദാവീദിൻ്റെ പട്ടണം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അവിടെ നിന്ന് തന്നെ ക്രിസ്തു ജനിക്കണമെന്നാണ്. എന്നെ ശ്രവിക്കുന്ന പ്രിയ മാളോരെ, യേശു ക്രിസ്തു യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിക്കണം എന്നാണ് പ്രവചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും യേശുവിനെ ഉദരത്തിൽ ചുമന്ന് ഏതാണ്ട് ഇപ്പോൾ 8 മാസത്തോളം നിറഗർഭിണിയായ മറിയ ഇപ്പോൾ അഥവാ ഈ പ്രവചനം നിവർത്തിക്കപ്പെടുന്നതിന് ചില നാളുകൾക്ക് മുമ്പ് പാർക്കുന്നത് ഗലീലയിലെ നസറേത്തിലാണ്. ഞാൻ ഇപ്പോൾ പറയുന്നതിൻ്റെ അവലംബം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. ചില സന്ദർഭങ്ങളിൽ ഞാൻ ലൂക്കോസ് 2-ന്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ ഞെട്ടിപ്പോകാറുണ്ട്. കാരണം ഈ മറിയ യേശുവിനെ തൻ്റെ ഗർഭപാത്രത്തിൽ വഹിച്ചുകൊണ്ട് നസറേത്ത് എന്ന പട്ടണത്തിലാണ് താമസിക്കുന്നത്. ചില നാളുകൾ കൂടെ മറിയ അവിടെ പാർത്തിരുന്നുവെങ്കിൽ ഗലീലയിലെ നസറയത്തിൽ യേശുവിന് മറിയ ജന്മം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരുപക്ഷെ നിർഭാഗ്യവശാൽ സംഭവിച്ചിരുന്നുവെങ്കിൽ ബൈബിൾ വെറും പൊള്ളത്തരമാണ്, വിഡ്ഢിത്വമാണ്, പൊട്ടച്ചൊല്ലിൻ്റെ പുസ്തകമാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സ്നേഹിതന്മാരോട് ഞങ്ങൾ ഓർപ്പിക്കട്ടെ, ദൈവവചനമാണ് ബൈബിൾ. ബൈബിളിൽ തെറ്റില്ല. വള്ളി, പുള്ളി, കുത്തു, കോമ അവകളെല്ലാം നിറവേറേണ്ട സമയത്ത് നിറവേറേണ്ടതുപോലെ നിവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നാം ഇങ്ങനെ വായിക്കുന്നു, രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ ഒരു നീർച്ചാല് പോലെയാണ്, അത് തനിക്കിഷ്ടമുള്ളതുപോലെ അവനിങ്ങനെ തിരിച്ചുവിടും. ഇങ്ങനെ ഗലീലയിലെ നസറേത്തിൽ മറിയ ഗർഭിണിയായിരിക്കുന്ന ഏതാണ്ട് 8 മാസത്തോളം കഴിയുന്ന സമയമാകുമ്പോൾ ഔഗസ്തോസ് ചക്രവർത്തി, റോമൻ ഭരണാധികാരിയായിരിക്കുന്ന ഔഗസ്തോസ് ചക്രവർത്തിയുടെ ഹൃദയത്തിൽ ദൈവം ഇതാ പ്രത്യേകമായ ഒരു വിചാരം നൽകി, ഒരു ആജ്ഞ പുറപ്പെടുവിക്കുവാനുള്ള പ്രചോദനം നൽകി. എന്തുവാണ്? എല്ലാ ആളുകളും അവരവരുടെ നാട്ടിൽ, ഊരുകളിൽ ചെന്ന് പേർവഴി ചാർത്തണം, അഥവാ സെൻസസ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദിൻ്റെ കുലത്തിലും ഗോത്രത്തിലും പെട്ട യോസേഫ് മറിയയുടെ അടുത്ത പ്രതിസുത വരനായ യോസേഫ് ഉടനെ തന്നെ മറിയയും കൂട്ടി, നിറഗർഭിണിയായ മറിയയും കൂട്ടി ഇതാ യഹൂദിയയിലെ ബേത്ലഹേമിലേക്ക് പോകുകയാണ്. നാം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, അങ്ങനെ യോസേഫ് മറിയയും കൊണ്ട് ഗലീലയിലെ നസറേത്ത് എന്ന പട്ടണം വിട്ട് യഹൂദിയയിലെ ബേത്ലഹേമിലേക്ക് യാത്രയായി. ഈ യാത്ര നസറേത്തിൽ നിന്ന് യഹൂദിയയിലേക്ക് പോകുവാൻ 90 മൈൽ യാത്ര ചെയ്യണം. ഇന്നുള്ളതുപോലെ വാഹന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ആ പ്രാചീന കാലത്ത് ആകെയുള്ള വാഹനമെന്ന് പറയുന്നത് മൃഗവാഹനമാണ്. ഒരുപക്ഷെ മറിയയെ യോസേഫ് ആ മൃഗവാഹനത്തിൽ കയറ്റി ആ വാഹനത്തിൻ്റെ കയറ് തൻ്റെ കയ്യിൽ പിടിച്ച് ഇപ്പോൾ യോസേഫ് മെല്ലെ മെല്ലെ ആ വാഹനത്തോടൊപ്പം, ആ ഒട്ടകത്തോടൊപ്പം മറിയയെ അതിൻ്റെ പുറത്ത് കയറ്റി നിറ വയറിൽ ശിശുവിനെയും ചുമന്നുകൊണ്ട് ഇതാ മറിയയും യോസേഫും മുമ്പോട്ട് പോകുകയാണ്. ആ വേദഭാഗം വായിച്ച് വിശദീകരിപ്പാൻ എനിക്ക് വാക്കുകളില്ല, നാവുകൾ പോരാ. പ്രിയപ്പെട്ടവരെ, പ്രപഞ്ച ചരിത്രത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു മുഹൂർത്തമാണ് ആ പറയുന്നത്. ആ തലയ്ക്ക് മുകളിലുള്ള ആകാശത്തെയും ചവിട്ടി നിൽക്കുന്ന ഭൂമിയെയും ഈ ഭൂമണ്ഡലത്തിൽ കാണുന്ന തരിതാര പരിവാരങ്ങൾ മുഴുവനും സൃഷ്ടിച്ച അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ ദൈവം ഇതാ മറിയയുടെ ഉദരത്തിൽ ഒരു ശിശുവായി കിടക്കുന്നു. ആ ശിശുവിനെയും ചുമന്നുകൊണ്ടുള്ള മറിയയുടെയും ഈ മറിയയോടൊപ്പമുള്ള യോസേഫിന്റെയും ആ യാത്ര എന്ന്
എന്ന് പറയുന്നതാണ് ചരിത്രം 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 മുഹൂർത്തം എന്ന് പറയുന്നത്. അങ്ങനെ അവർ യെഹൂദയിലെ ബേത്ലഹേമിൽ ചെന്നു. പിന്നീട് നമ്മൾ വായിക്കുന്നത്, അവർ യെഹൂദയിലിരിക്കുമ്പോൾ മറിയയ്ക്ക് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ കൃത്യമായ മണിക്കൂറും മിനിറ്റും സെക്കൻഡും തികഞ്ഞപ്പോൾ ലോകരക്ഷകനെ ഈ ഭൂമിയിലേക്ക് അവൾ ഇതാ സമ്മാനിച്ചു. യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചു. അത് ലോക ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഹേരോദ രാജാവിൻ്റെ ചോദ്യം ഞാൻ വീണ്ടും തിരിച്ചു ചോദിക്കട്ടെ. ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത്? ക്രിസ്തു യെഹൂദയിലെ ബേത്ലഹേമിൽ ജനിക്കണമെന്ന് എഴുതിയിരുന്നു. എഴുതപ്പെട്ട ആ പ്രവചനത്തിന് നിവൃത്തി വരുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ജനനം ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആ മഹത്തായ ആ ജനനമാണ് ഈ ദിവസങ്ങളിൽ ആളുകൾ ആഹ്ലാദപൂർവ്വം ലോകം മുഴുവനും അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ആ അനുഗ്രഹീതമായ ജനനം. ഇതുപോലെ ഒരു ജനനം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തു ജനിച്ചതുപോലെ ഒരു വ്യക്തിയും ലോകത്തിൽ ജനിച്ചിട്ടില്ല. അത് ഞാൻ വഴിക്ക് പിന്നീട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു യെഹൂദിയിലെ ബേത്ലഹേമിൽ അവൻ ജനിച്ചു. യേശുക്രിസ്തു ആണ്ടുതോറും വീണ്ടും ജനിക്കുന്നില്ല. ഇന്ന് യേശുക്രിസ്തു ജനിക്കേണ്ടത് ബേത്ലഹേമിലല്ല, പിന്നെയോ ബൈബിൾ വ്യക്തമായി പറയുന്നത് ഓരോ ഹൃദയങ്ങളിലും. ഈ ശബ്ദം പുറത്തൊക്കെ നിന്ന് കേൾക്കുന്ന മാന്യ സ്നേഹിതരോട് ഞങ്ങൾ ഓർപ്പിക്കട്ടെ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ജനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം ക്രിസ്തു ജനിക്കുന്ന ഒരു ഗോശാലയായി മാറുവാൻ ഇടയായെങ്കിൽ ജീവിതം ധന്യമായി. ആരാലും അറിയപ്പെടാതെ യഹൂദയിലെ ആയിരം ഗ്രാമങ്ങളിൽ അങ്ങ് അകലെ ഒതുങ്ങി ഒരു മൂലയിൽ അപ്രസക്തമായി അറിയപ്പെട്ട ആ ഗ്രാമം ക്രിസ്തു ജനിച്ചതോടുകൂടെ ഈ വിശാലമായ പാരിന്റെ പരപ്പിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വാനോളം ഉയർത്തപ്പെട്ട ഒരു ഗ്രാമമായി ബേത്ലഹേം തീർന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവായി കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്താൽ മാനിക്കപ്പെടുന്നവരായി തീരും. അതിന് സർവേശ്വരൻ നിങ്ങൾക്കിടവരുത്തട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ആ ഭാഗം വിടുവാൻ നിർബന്ധിക്കപ്പെടുകയാണ്. ഒരു വാക്കുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ഞാൻ പറയട്ടെ. ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത്? ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചു കഴിഞ്ഞു. അതോടൊപ്പം അനുബന്ധമായ ഒരു കാര്യം, ക്രിസ്തു എന്തിനാണ് ജനിക്കുന്നത്? ക്രിസ്തു എന്തിനാണ് ജനിച്ചത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. യേശു ക്രിസ്തു ഇന്നേക്ക് 2023 ആണ്ടുകൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായ പാലസ്തീനിലുള്ള യെഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ചത് എന്തിനാണ്? അത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? ഇത് നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ? യേശു ജനിച്ചു എന്നുള്ളത് നിങ്ങൾ അറിയുന്നുണ്ട്. ഈ നക്ഷത്ര വിളക്കുകളും കൊടിതോരണങ്ങളും പുൽക്കൂടുകളും ആശംസാ കാർഡുകളും കേക്ക് മുറിച്ചും അതുപോലെയുള്ള ഈ ആഹ്ലാദ പ്രകടനമായ സന്ദേശങ്ങളിലൂടെ നിങ്ങളൊരു കാര്യം അറിയുന്നുണ്ട്. ആർക്കും തർക്കമറ്റ, ആരും തള്ളിക്കളയുവാൻ കഴിയാത്ത ഒരു ചരിത്ര യാഥാർത്ഥ്യം, യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളത്. അത് ഒരു സത്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ആരും അറിഞ്ഞിരിക്കണം, ഈ പുനലൂർ പട്ടണത്തിൽ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ഏതൊരു വ്യക്തിയും ഇന്ന് രാത്രികാലം ഈ ശബ്ദം അറിയണം, ഈ സന്ദേശം അറിയണം. യേശു എന്തിനാണ് ജനിച്ചത്? ഒരുപാട് കാരണങ്ങൾ അതിന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനവുമായ കാരണം ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞു മുമ്പോട്ട് വരട്ടെ. യേശു ക്രിസ്തു ജനിച്ചത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ വന്നു. വീണ്ടും ബൈബിൾ തുടരുന്നു, അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേരിടയണം. അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാപത്തെ പോക്കി പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ, പാപത്തിൻ്റെ നീരാളി പിടിത്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മനുകുലത്തെ രക്ഷിക്കുവാൻ ഉലകത്തിൽ ജനിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതിനവന് കെൽപ്പുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവൻ പാപരഹിതനാണ്. മറിയയുടെ ഗർഭാശയ ഉരുവായ ശിശു വിശുദ്ധ പ്രജയാണ്. അവൻ പാപമില്ലാത്തവനാണ്. പാപികളെ രക്ഷിപ്പാൻ ക്രിസ്തു യേശു ലോകത്തിൽ വന്നു. ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ഇഷ്ടന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല യേശു ക്രിസ്തു വന്നത്. പുനലൂരിൽ പട്ടണത്തിൽ ഒരു ഡോക്ടർ വന്നു, ഒരു ആശുപത്രി തുടങ്ങിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്, ഇവിടെ രോഗമില്ലാത്തവരെയാണ് ഈ ആശുപത്രിയിൽ ചികിത്സിക്കുന്നത്, രോഗികളാരും ഇവിടെ വരണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, ആദ്യം ഈ ഡോക്ടറിനെ
ഡോക്ടറിനെയാണ് ചികിത്സിക്കേണ്ടത്, ഈ ഡോക്ടറിന് എന്തോ കുഴപ്പമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നത് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറിനെയാണ് വേണ്ടത്. രോഗിക്ക് വേണ്ടതാണ് വൈദ്യൻ, രോഗമില്ലാത്തവനല്ല. ഞാൻ പറഞ്ഞത് ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയട്ടെ, പാപികളായ മനുഷ്യനെ രക്ഷിക്കുന്നവനാണ് രക്ഷകൻ. അവനെയാണ് നമുക്ക് ആവശ്യം. അവനായിരുന്നു യേശു ക്രിസ്തു. അതിനു വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഉലകത്തിൽ വന്നത്. അങ്ങനെ ഒരു രക്ഷകനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു രക്ഷകനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു രക്ഷകനെ കുറിച്ച് ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കേട്ടുകൊള്ളുക. അതാണ് 2023 ആണ്ടുകൾക്ക് മുമ്പ് പിറവിയെടുത്ത് ഉലകത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു. അവൻ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ഞാൻ എൻ്റെ സന്ദേശത്തിന്റെ 2-ാം ചോദ്യത്തിലേക്ക് വരികയാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം. മത്തായി ഈ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചോദ്യം നമ്പർ 2, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 1, ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത്? ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നമ്മൾ കണ്ടു കഴിഞ്ഞു. അതോട് ചേർത്ത് പറയട്ടെ, ആ ജനിച്ച ശിശു ഇതാ പാലസ്തീന്റെ പരന്ന മണ്ണിൽ നിന്നുകൊണ്ട് സമസ്ത ലോക മാനവരാശിയോടുമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ചോദിക്കുന്നത് ഹേരോദാവല്ല, ഇത് ചോദിക്കുന്നത് ഒരു പുരോഹിതനല്ല, ഇത് ചോദിക്കുന്നത് സാക്ഷാൽ യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തു തന്നെ കുറിച്ച് ചോദിക്കുന്ന ഉത്കൃഷ്ടമായ, അർത്ഥസമ്പുഷ്ടമായ, വളരെ ഹൃദിസ്ഥമാക്കേണ്ട ഒരു ചോദ്യമാണ്. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചോദ്യം കേട്ടപ്പോൾ ഒന്ന് സന്തോഷിക്കുവാൻ തോന്നുന്നില്ലേ? ആ ചോദ്യത്തിന്റെ ആഴം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവിനെ കുറിച്ച് ആളുകളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് എന്ത് തോന്നുന്നു? യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ചാണ് യേശു ക്രിസ്തു മനുഷ്യരോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്ത് തോന്നുന്നു? ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമുദായത്തെ കുറിച്ച് എന്ത് തോന്നുന്നു എന്നല്ല ചോദിക്കുന്നത്. റോമൻ ഭരണാധികാരിയായ ഓഗസ്തോസിനെ കുറിച്ചോ തീപരിയോസ് കൈസറിനെ കുറിച്ചോ അന്ന് നാടുവാഴിയായിരിക്കുന്ന പീലാത്തോസിനെ കുറിച്ചോ ഹേരോദാവിനെ കുറിച്ചോ അല്ല യേശു ക്രിസ്തു ചോദിച്ചത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ത് തോന്നുന്നു? വ്യക്തിത്വത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ചോദിച്ചാൽ എന്നെ അടുത്തറിയുന്നവർ പറയും, കൂടുതലൊന്നും പറയണ്ട ബ്രദറിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ മൈക്കിന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ആളുകളോട് ചോദിക്കുമോ നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്ത് തോന്നുന്നു? ഒരുപക്ഷേ പറയുവാൻ പരിമിതികൾ ഡസൺ കണക്കിനുണ്ടായിരിക്കാം. ഒരു പഴുതുമില്ലാത്ത, ഒരു ഊനവുമില്ലാത്ത, ഒരു ന്യൂനതയും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയാത്ത 100% തികവാകുന്ന ഒരു പുരുഷനെയും ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് എന്ത് തോന്നുന്നു? ആ ചോദ്യം കടമെടുത്തുകൊണ്ട് ഈ നാട്ടിലെ ആളുകളോട് ഞാനും ചോദിക്കുന്നു, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ത് തോന്നുന്നു? നമ്മുടെ ഈ കൊച്ചു കേരളം ഭരിക്കുന്ന സാക്ഷാൽ സഖാവ് പിണറായി വിജയനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതല്ല എന്റെ ചോദ്യം. അദ്ദേഹം നയിക്കുന്ന ഇപ്പോഴത്തെ സദസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതല്ല എന്റെ ചോദ്യം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? രാഷ്ട്രപതിയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതല്ല എന്റെ ചോദ്യം. ഇപ്പോഴത്തെ പശ്ചിമേഷ്യൻ യുദ്ധത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതൊന്നും അല്ലേ എന്റെ ചോദ്യം. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറുപടി പറയണം, നിങ്ങൾ ചിന്തിക്കണം. യുക്തിബോധമുള്ള ആളുകളല്ലയോ എന്റെ വാക്കുകൾ കേൾക്കുന്നത്? ഞാൻ നിങ്ങളുടെ മുമ്പാകെ തൊടുത്തുവിടുന്ന ഒരു ചോദ്യം, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അറിയാതിരിപ്പാൻ നിവൃത്തിയില്ലല്ലോ. അറിഞ്ഞിട്ടുള്ളതിലപ്പുറം അറിയുവാൻ അനവധി കാര്യങ്ങൾ ആഴി പോലെ നിറഞ്ഞു കിടക്കുന്ന ഒരു മഹാസമുദ്രത്തിന്റെ വ്യക്തിത്വമാണ്, മഹാസമുദ്രം പോലുള്ള വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചില ആളുകളെങ്കിലും ധരിച്ചു വച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് വികലമായ ധാരണകളാണ്. ചില ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് യേശു ക്രിസ്തു ഒരു മതസ്ഥാപകൻ, അതിൽ പരം എന്താണ് അദ്ദേഹത്തെ കുറിച്ച് തോന്നാനുള്ളത്, പറയുവാനുള്ളത്? അമ്പമ്പോ, നിങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങൾ അബദ്ധത്തിൽ പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. ക്രൈസ്തവ മതം എന്നൊരു മതം യേശു ക്രിസ്തുവിനാൽ സ്ഥാപിച്ചു
സ്ഥാപിക്കപ്പെട്ടതല്ല എന്ന് വളരെ തന്മയത്വത്തോടുകൂടെ ഈ വേദിയിൽ നിന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. മുഹമ്മദ് നബിയെ പോലെയോ ശ്രീബുദ്ധനെ പോലെയോ സ്വരാധിഷ്ഠറിനെ പോലെയോ യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. വിശദാംശങ്ങളിലേക്ക് കടക്കുവാനായിട്ട് എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരു വാക്ക് പറയുമ്പോൾ അതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആശയങ്ങൾ ഗ്രഹിക്കുവാനുള്ള ബോധമുള്ള 1300 ഗ്രാം തൂക്കമുള്ള ചിന്താബോധമുള്ള ആളുകളാണ് ഈ പട്ടണത്തിൽ എന്നെ ശ്രവിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ആ ഭാഗം വിടുന്നു. സത്യമായിട്ടും ഞങ്ങൾ പറയട്ടെ, യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. മതസ്ഥാപകനത്തിന് വേണ്ടിയിട്ട് താൻ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ താൻ ഒരു രാഷ്ട്ര സ്ഥാപകനല്ല. അതുപോലെ താൻ ഒരു തത്വചിന്തകനല്ല. സോക്രട്ടീസിനെ പോലെയോ അരിസ്റ്റോട്ടലിനെ പോലെയോ പ്ലേറ്റോയെ പോലെയോ ഒക്കെ വെള്ളത്തെക്കുറിച്ച്, വായുവിനെ കുറിച്ച്, വെളിച്ചത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, ആഴിയും ഊഴിയും കുറിച്ച് അഗാധമായി ചിന്തിച്ച തത്വവിചാരം നടത്തിയിട്ടുള്ള ആളുകളെ പോലെ അല്ല യേശു ക്രിസ്തു. തിരിച്ചു പറയട്ടെ, അവരൊക്കെ അന്വേഷിച്ച, അവരൊക്കെ തത്വവിചാരം നടത്തിയ ആ തത്വത്തിന്റെ മുദ്രയും അവർ അന്വേഷിച്ച അന്വേഷണത്തിന്റെ ആഴവും പൊരുളും ആണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു തത്വചിന്തകനല്ല, ഒരു മഹാനല്ല, മതഗ്രന്ഥകാരനല്ല, എഴുത്തുകാരനല്ല, കവിയല്ല. പിന്നെ ആരാണ് യേശു ക്രിസ്തു? യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ ഈ പറഞ്ഞ പരിമിതമായ വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്ക് വെച്ചാണ് നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് ഇതുവരെ ധരിച്ചു വെച്ചിരിക്കുന്നുവെങ്കിൽ അവയ്ക്കൊക്കെ അപ്പുറം വിട്ടുപോകണ്ട, മടുത്തുപോകണ്ട. ഒന്നുകൂടെ നിങ്ങളുടെ വിശാലമായ ചിന്താധാരയുടെ വീതിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണ്? ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന വിചാരത്തിൽ നിന്നും അല്പം കൂടെ വിഭിന്നമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ അനുഗ്രഹീതമായ ദൈവ അരുളപ്പാടുകളുടെ ഗ്രന്ഥമായ ബൈബിൾ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കട്ടെ. ഒന്ന്, യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. ചില ആളുകളെങ്കിലും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ യേശു പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന്? എന്തിനപ്പാ അത് പറയേണ്ട ആവശ്യം? ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നിന്നുകൊണ്ട് പറയുകയാണ് ഞാനൊരു മനുഷ്യനാണെന്ന്. മനുഷ്യരോട് പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഞാനൊരു മനുഷ്യനാണെന്ന് മനുഷ്യർക്കറിയാം. എന്തുകൊണ്ട് പിന്നെ യേശു ക്രിസ്തു ദൈവമായിരിക്കെ താൻ ദൈവമെന്ന് ആവർത്തിച്ച് പറയേണ്ട കാര്യമെന്ത്? ബൈബിൾ ആ വിഷയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. തീത്തോസ് 2:11 വാക്യം, മഹാദൈവവും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തു. സ്തോത്രം. യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നു മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. യെശയ്യാവ് 9 പറയുന്നത് അവൻ വീരനാം ദൈവമെന്നാണ്. റോമർ 9 പറയുന്നത് അവൻ സർവ്വത്തിനുമേതെ ദൈവമെന്നാണ്. അതുപോലെ 1 യോഹന്നാൻ 5 പറയുന്നത് അവൻ സത്യദൈവമെന്നാണ്. വീരനാം ദൈവം, സർവ്വത്തിനുമേതെ ദൈവം, മഹാദൈവം, സത്യദൈവം. പഴയ നിയമത്തിലെ ദൈവം, ബൈബിളിലെ പഴയ നിയമത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു പേരാണ് യഹോവ. യഹോവ. ബൈബിൾ ഇതുവരെ നിങ്ങൾ വായിച്ചിട്ടില്ല എങ്കിൽ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളൊരു ബൈബിൾ കോപ്പി വാങ്ങണം. എന്നിട്ട് വേദപുസ്തകം തുറന്നു വായിച്ചു നോക്കുക. പഴയ നിയമത്തിൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് യഹോവ എന്ന നാമത്തിലാണ്. ആ യഹോവ എന്ന നാമത്തിന്റെ വിശദീകരണം പുറപ്പാട് പുസ്തകം 3:14 ഇങ്ങനെ വായിക്കുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ഞാനാകുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യഹോവ എന്ന നാമത്തിന്റെ വിശദീകരണവും അതിന്റെ വെളിപ്പെടുത്തലുമാണ് ആ വാക്യത്തിൽ കാണുന്നത്. ഞാനാകുന്നു സ്വയംഭൂവായ സർവശക്തനായ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ ഞാനാകുന്നു എന്നുള്ള ആ പ്രയോഗമുണ്ടല്ലോ, കാലങ്ങൾക്ക് ശേഷം എത്രയോ മഹാപുരോഹിതന്മാർ, പ്രവാചകന്മാർ, മതഗുരുക്കന്മാർ ഉടലെടുത്ത് ഈ ഉലകത്തിൽ വന്നിട്ടുണ്ട്. ആരും ഞാനാകുന്നു എന്ന് അവകാശപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്നേക്ക് 2023 കൊല്ലങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പരന്ന മണ്ണിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പഴയ നിയമത്തിൽ പറഞ്ഞ ഞാനാകുന്നു എന്നുള്ള ആ അവകാശം താനാണെന്ന് അവകാശപ്പെട്ടു. അന്ന് ആളുകൾ ചോദിച്ചു, ഞങ്ങൾക്ക് വെളിച്ചം എവിടെ? യേശു പറഞ്ഞു, ഞാനാകുന്നു വെളിച്ചം. ആളുകൾ ചോദിച്ചു, ഞങ്ങൾക്ക് അപ്പം എവിടെ? യേശു പറഞ്ഞു, ഞാനാകുന്നു ജീവന്റെ അപ്പം. ആളുകൾ ചോദിച്ചു, ഞങ്ങൾക്ക് വഴി എവിടെ? യേശു പറഞ്ഞു, ഞാനാകുന്നു വഴിയും, ഞാനാകുന്നു സത്യവും, ഞാനാകുന്നു ജീവനും, ഞാനാകുന്നു. യേശുവിന്റെ അവകാശവാദത്തിന്റെ അനുഗ്രഹീതമായ കേന്ദ്രമെന്ന് പറയുന്നത് അത് ഞാനാകുന്നു. ഒടുവിലായി യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്നു മഹാപുരോഹിതനായ
കയ്യഭാവിന്റെ മുമ്പാകെ യേശു നിൽക്കുമ്പോൾ കയ്യഭാവ് യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ? ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. യേശു അല്പവും കൂസലില്ലാതെ, അതായത് യേശു മരിക്കാതെ രക്ഷപ്പെടണമെന്ന് അല്പമെങ്കിലും ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതിനുള്ള എളുപ്പ വഴി, കുറുക്ക് വഴി അപ്പോഴായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനല്ല എന്ന് പറഞ്ഞു പോയാൽ മതിയായിരുന്നു. യേശുവിനെ അവർ ക്രൂശിക്കയില്ലായിരുന്നു. യേശുവിനോടുള്ള അന്ധമായ വിരോധം യഹൂദന്റെ ചിന്തയിൽ നിന്ന് മാറിപ്പോകുമായിരുന്നു. എന്നാൽ മാളോരെ, നിങ്ങൾക്ക് കേൾക്കണോ? കയ്യഭാവിന്റെ മുമ്പാകെ നെഞ്ചു വിരിച്ച് തന്മയത്വത്തോടുകൂടെ ശിരസ്സുയർത്തി നിന്നുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, ഞാനാകുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ചോദ്യം എന്താണ്? നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ? ഉവ്വ്, ഞാനാകുന്നു. തീർന്നില്ല. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ അഥവാ ദൈവപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും. ഉടനെ തീർപ്പ് കൽപ്പിച്ചു. ഇവൻ ദൈവദൂഷണം പറഞ്ഞു, ഇവനെ കൊല്ലണമെന്ന്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം അവൻ ദൈവമാണ് എന്നാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ദൈവമാണ് എന്നൊരു യഥാർത്ഥ വസ്തുതയിൽ നിന്ന് തിരിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ സ്നേഹത്തോടെ പറയട്ടെ, ആ ഒത്തുതീർപ്പിന് ഞങ്ങൾ തയ്യാറല്ല. യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ്. അതിൻ്റെ തെളിവുകളിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അവിടുത്തെ പരസ്യ ശുശ്രൂഷ നിഷ്പക്ഷമായിട്ട് വായിച്ച് പഠിച്ചാൽ മാത്രം മതി. 2, യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആരാണ്? കൊലോസിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നു, അവൻ സർവത്തിന് മുമ്പേ ഉള്ളവൻ. ദൈവത്തിന് മഹത്വം. അവൻ സർവത്തിന് മുമ്പേ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ്റെ ആരംഭത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ സർവത്തിന് മുമ്പേ ഉള്ളവൻ. ഒരുപാട് ആളുകൾ ഇന്ന് ധരിച്ചു വച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ആരംഭം എന്ന് പറയുന്നത് നമ്മുടെ കലണ്ടറിൽ കാണുന്ന 2023 കൊല്ലം. 2023 കൊല്ലമല്ല. യേശുവിൻ്റെ ആരംഭം എന്ന് പറയുന്നത് യഹൂദിയയിലെ കാലിത്തൊഴുത്തിലല്ല. യേശു ക്രിസ്തുവിന്റെ ആരംഭം എന്ന് പറയുന്നത് അനേകം ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ തുടക്കം കാലിത്തൊഴുത്താണ്, യഹൂദിയിലെ ആ ബേത്ലഹേമിലെ പുൽത്തൊട്ടിയാണെന്നാണ്. എന്നാൽ ഒരു സത്യം നിങ്ങൾ മറക്കരുത്, യേശു ക്രിസ്തുവിന്റെ ആരംഭം അവിടെ മുതലല്ല. ഞാൻ പറയട്ടെ, അത് മനുഷ്യാവതാരത്തിന്റെ തുടക്കമാണ്. അവന് ആദിയുമില്ല അന്തവും. ദൈവത്തിന് ആദിയില്ല അന്തമില്ല. മനുഷ്യന് ആദിയുണ്ട് അന്തമില്ല. മൃഗങ്ങൾക്ക് ആദിയുമുണ്ട് അന്തവുമുണ്ട്. ദൈവത്തിന് ആദി അന്തമില്ലെന്നേ. അവൻ ആദിയും അന്തവുമില്ലാത്തവൻ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ബൈബിളിൽ 3 ആദികൾ 3 വേദഭാഗത്ത് പറയുന്നുണ്ട്. ഉൽപ്പത്തി 1:1 ഒരു ആദി പറയുന്നുണ്ട്. അത് പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാമത്തെ ആദി യോഹന്നാൻ 1:1. അത് ആദിയില്ലാത്ത ആദിയായവന്റെ ആദി എന്ന് ഞാൻ പറയട്ടെ. അത് ദൈവത്തിന്റെ ആദി. അതിന് ആരംഭമില്ല. അത് നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടാൻ കഴിയാത്ത എണ്ണമറ്റ യുഗങ്ങൾക്ക് മുമ്പാണ്. തിട്ടം പറയാൻ കഴിയില്ല. 3:1 യോഹന്നാൻ 1:1. ആദി മുതലുള്ളതും ഞങ്ങൾ തൊട്ടതും കേട്ടതും കണ്ടതും. അത് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ആദിയും ആരംഭവുമാണ് അവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, അവൻ സർവത്തിന് മുമ്പേ ഉള്ളവനാണ്. അവൻ ആരംഭമില്ല. പ്രിയപ്പെട്ടവരെ, ആദ്യന്തമില്ലാത്ത നിത്യനായ ദൈവം. അതുകൊണ്ടാണ് മലയാള മഹാകവികളിൽ അഗ്രഗണ്യനായ മഹാകവി കൈവി സൈമൺ അവർകൾ അദ്ദേഹത്തിന്റെ വേദവികാരം എന്ന മഹാകാവ്യത്തിൽ പറഞ്ഞു തുടങ്ങുന്നത്, യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതായതിനറുതിയില്ലാതുള്ള യുഗം മുമ്പും വീതരൂപനായി വിമലാഭനായി നിന്ന മഹാനീതി നീരതിയെ ഞാൻ ആദരാൽ വന്ദിക്കുന്നേ. യാതൊരു കാലത്തെയാണ് ആദിയായിട്ട് നാം നിർദ്ദേശിക്കുന്നുവോ അതിൻ്റെ അന്തമില്ലാത്ത യുഗങ്ങൾക്ക് മുമ്പേ നിത്യനായി അവൻ നിലനിന്നിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറിയ ദൃഷ്ടാന്തം പറയാം. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 6 മാസങ്ങൾക്ക് മുമ്പ് ഈ ഉലകത്തിലേക്ക് വന്ന ഒരു മഹർഷിയാണ് യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹം ജനിച്ചിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് യേശു മറിയയിൽ ജനിക്കുന്നത്. എന്നാൽ ആ യോഹന്നാൻ സ്നാപകൻ ഒരിക്കൽ യേശുവിനെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവന് മുമ്പനായി വന്നുവെങ്കിലും അവൻ എനിക്ക് മുമ്പേ ഉള്ളവൻ. ജന്മം കൊണ്ട് ഞാൻ 6 മാസത്തിന് ക്രിസ്തുവിന് മുമ്പേ ഉള്ളവനെങ്കിലും എന്നാൽ പൂർവാസ്തിത്വം കൊണ്ട് അവൻ എനിക്ക് മുമ്പേ ഉള്ളവൻ.
മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഈ പറയുന്നത്? അല്ല, അങ്ങ് പുറത്തൊക്കെ നിന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹിതരെ ഒന്ന് ചിന്തിക്കൂ. ഈ പറയുന്നത് എന്താണ്? 6 മാസത്തിന് മുമ്പ് ജനിച്ചവൻ പറയുകയാണ്, ഈ 6 മാസത്തിന് ശേഷം ജനിച്ചവനെ കുറിച്ച് പറയുകയാണ്, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവൻ. വേറൊരു സംഭവം, യഹൂദന്മാരെ സ്പർശിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്നെ കാണുവാനായിട്ട് ആഗ്രഹിച്ചു, അവൻ എന്നെ കണ്ടു. അപ്പോൾ യഹൂദന്മാർ ഒരുമിച്ച് നിന്നിട്ട് പറഞ്ഞു, നീ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? അബ്രഹാമിൻ നിന്നെ കണ്ടുവന്നോ? അബ്രഹാം അന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനാണ്. എങ്ങനെയാണ് നീ അവനെ നിന്നെ അവൻ കാണുന്നത്? എന്നിട്ട് അവർ പറഞ്ഞു, നിനക്ക് 50 വയസ്സ് പോലും ആയില്ലല്ലോ. അപ്പോൾ യേശു പറഞ്ഞു, അതൊക്കെ ശരിയാ, പക്ഷേ അവൻ എന്നെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ട്. ഓ പ്രിയപ്പെട്ടവരെ, ഉടനെയാണ് യഹൂദന്മാർ കലിപൂണ്ട് കല്ലെടുത്ത് യേശുവിനെ എറിയുവാനായിട്ട് തുടങ്ങി. അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ട്. അതാണ് സത്യം പ്രിയപ്പെട്ടവരെ. അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ, അബ്രഹാമിന്റെ അപ്പനായ തേരഹ് ഉണ്ടാകുന്നതിന് മുമ്പേ, തേരഹിന്റെ പൂർവികനായ നോഹ ഉണ്ടാകുന്നതിന് മുമ്പേ, ആദ്യ മനുഷ്യനായ ആദം ഉണ്ടാകുന്നതിന് മുമ്പേ, ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പേ, 90-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളും കുന്നുകളും ആഴിയും ഊഴിയും ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൻ സർവത്തിന് മുമ്പേ ഉള്ളവൻ. ഈ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ 2023 അല്ല അവന്റെ ആരംഭം, സകലത്തിന് മുമ്പേ ഉള്ളവൻ. പിന്നെ ബൈബിൾ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ഈ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ലൂക്കോസ് 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇതാ ഇതിന്റെ പുറകിലുള്ള ബാനറിൽ അത് എഴുതി വച്ചിരിക്കുന്നു. എന്തുവാണ്? ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംസാരമായ വിഷയമാണ്. ക്രിസ്തുവിന്റെ ജനനം ഒരു ജനകീയമായ ജനനമാണ്. സർവമാന മനുഷ്യരും ചിന്തിക്കുന്ന ഒരു ജനനമാണ്. എന്താണ് ആ ജനനം? യേശു ക്രിസ്തു ബേത്ലഹേമിലെ ഗോശാലയിൽ ജനിച്ചു വീണ ആ സുന്ദര മുഹൂർത്തത്തിൽ അമ്പരപ്പരപ്പിൽ മാലാഖമാർ ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ട് ആഹ്ലാദഭരിതരായി ആലപിച്ച ഒരു സംഘഗാനത്തിന്റെ ഈ രടികളാണ് നമ്മൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. എന്തുവാണ്? ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. സ്തോത്രം, ഒന്ന് പറ, സ്തോത്രം പറ. രക്ഷിതാവ്, രക്ഷിതാവ്. കേട്ടോ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ രക്ഷകനാണ്, രക്ഷിതാവാണ്. അവനല്ലാതെ ഒരു രക്ഷകനില്ല. അവൻ യഥാർത്ഥത്തിൽ രക്ഷകനാണ്. ആ ദൂതവൃന്ദം ക്രിസ്തുവിന്റെ ജനനത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന വാക്ക് കണ്ടോ? ഈ ജനിച്ചിരിക്കുന്ന ശിശു കുറെ നാള് കഴിയുമ്പോൾ, ഒരു 10-30 വയസ്സാകുമ്പോൾ ഒരു രക്ഷകനാകാൻ സാധ്യതയുണ്ട് എന്നല്ല പറഞ്ഞത്. ആ ചോരക്കുഞ്ഞിനെ കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. ശ്രദ്ധിക്കണേ, മറിയ പ്രസവിച്ച ആ മാത്രയിൽ, ആ മുഹൂർത്തത്തിൽ, ആ പൊക്കിൾ കൊടി ബന്ധം മാറാത്ത ആ നവജാത ശിശുവിനെ കണ്ടുകൊണ്ട് മാലാഖമാർ പറയുകയാണ്, ഇവൻ രക്ഷകനാണ്. ചിന്തിക്കാൻ ബോധമുള്ളവർ ഒന്ന് ചിന്തിക്കണം. നിങ്ങൾക്കറിയാമോ, ഇവിടെ രാജാക്കന്മാരെ നമുക്കറിയാം, ഇവിടെ ചക്രവർത്തിമാരെ നമുക്കറിയാം, കോടീശ്വരന്മാരെ അറിയാം, മന്ത്രിമാരെ നമുക്കറിയാം, യോദ്ധാക്കളെ അറിയാം, ഒരുപാട് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ അഗ്രഗണ്യന്മാരായ ലോകത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരുപാട് മല്ലന്മാരെയും മഹാന്മാരെയും നമുക്കറിയാം. അവരെല്ലാം ശ്രദ്ധിച്ചോണേ, ഒരു ജീവിത വീതിയുടെ പോരാട്ടത്തിലൂടെ, സമര പോരാട്ടങ്ങളിലൂടെ അവർ ഇന്ന് നിൽക്കുന്ന മണ്ഡലങ്ങളുടെ മുന്നിലെത്തിയവരാണ്, ഒരു കാലഘട്ടം കൊണ്ട് എത്തിയവരാണ്. എന്നാൽ യേശു ക്രിസ്തു രക്ഷകൻ എന്ന പദവിയിലേക്ക് വരുന്നത് ഒരു പുരുഷായുസ് കൊണ്ടല്ല. പിന്നെ ശ്രദ്ധിക്കണേ, ജനിച്ചു വീഴുന്ന ആ നിമിഷം മുതൽ അവൻ രക്ഷകനാണ്. അപ്പോൾ ഒരു ചിന്ത, ഈ ശിശുവിനെ ആരെ രക്ഷിക്കാൻ കഴിയും? രക്ഷിക്കാൻ മാത്രമല്ല, അവൻ ആരാധ്യനാണ്. അതുകൊണ്ടാണ് വാനശാസ്ത്രികൾ അവിടെ വന്ന് കുമ്പിട്ട് നമസ്കരിക്കുന്നത്. ഈ നവജാത ശിശു ആരാധ്യനാണ്, ഇവൻ രക്ഷകനാണ്. ആരെയപ്പാ രക്ഷിച്ചത്? ഇതാ ഈ പ്രസംഗിക്കുന്ന എന്നെ രക്ഷിച്ചു. ഇതാ ഇവിടെ ഇരിക്കുന്ന ഈ ദേവദാസന്മാരെയൊക്കെ രക്ഷിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് പേരെ അവൻ രക്ഷിച്ചു. നിങ്ങൾക്കറിയാമോ, ക്രൂസിൽ യേശു ക്രിസ്തു കിടക്കുമ്പോൾ ആളുകളിൽ ചിലർ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നീ സാക്ഷാൽ ദൈവമെങ്കിൽ
നീ രക്ഷകനെങ്കിൽ നിന്നെയും രക്ഷിക്ക, നിന്നെ തന്നെ ക്രൂസിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞ വേറൊരു വാചകമുണ്ട്, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ വഹിയ. ആ പരിഹാസ വാക്ക് അഭിമാനത്തോടുകൂടെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ TP കനകരാജ് എന്ന് പറയുന്ന ഞാൻ പുനലൂര് പട്ടണത്തോട് പറയട്ടെ, അതാണ് യേശു ക്രിസ്തുവിന്റെ മഹത്വം. അവിടെ പറയുന്നത് ശ്രദ്ധിക്കണേ, മറ്റുള്ളവരെ രക്ഷിച്ചു. ഇന്ന് ലോകത്തിൽ രക്ഷകന്മാരെന്ന് പേരെടുത്ത് വന്ന പലരും അവരെ രക്ഷിക്കുകയാണ് അവർ ചെയ്യുന്നത്. മറ്റുള്ളവരെ രക്ഷിക്കുക അവരുടെ പദ്ധതിയിലില്ലാത്ത വിഷയമാണ്. യേശു സ്വയം രക്ഷിപ്പാൻ വന്നവനല്ല, മനുഷ്യരെ രക്ഷിപ്പാൻ വന്നവനാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, രാജാക്കന്മാരെ വാർത്തെടുത്ത ലോകത്തിന്, കലാകായിക താരങ്ങളെ വാർത്തെടുത്ത ലോകത്തിന്, ആൾ ദൈവങ്ങളെ വാർത്തെടുത്ത ലോകത്തിന്, ചരിത്രകാരന്മാരെ വാർത്തെടുത്ത ലോകത്തിന്, സാമ്രാട്ടുകളെ വാർത്തെടുത്ത ലോകത്തിന്, ഒരു രക്ഷകനെ വാർത്തെടുക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ട ഈ ലോകത്തിന് ഇതാ ആ രക്ഷകനെന്ന് ചൂണ്ടിക്കാണിക്കുവാനുള്ള സമസ്ത സത്സ്വഭാവങ്ങളും സമ്പൂർണമായി ഭവിച്ച സാക്ഷാൽ ലോകൈക രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു. സ്നേഹിതരെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ക്രിസ്തുവിനെ കുറിച്ച്? അവൻ രക്ഷകനാണ്. അതുമാത്രമല്ല, അവൻ മഹാഗുരുവാണ്, ലോകം കണ്ട ഗുരുവാണ്. യോഹന്നാൻ 13:13 നമ്മൾ വായിക്കുന്നത്, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ഗുരുവാകുന്നു. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും പറയുന്നു. ഞാൻ അങ്ങനെ ആകുന്നത് കൊണ്ട് അങ്ങനെ ആകുന്നു. ശരി, നിങ്ങൾക്കറിയാമോ ക്രിസ്തു ആരാണ്? ഗുരു എന്ന് മാത്രമല്ല, ഗുരുക്കന്മാരുടെ ഗുരുവാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുവാണ് കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ ഒരുപാട് ഗുരുക്കന്മാരെ നമുക്കറിയാം. ആ പേരിൽ ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ച കാലയവനികയ്ക്കകത്ത് പോയ ഒരുപാട് ഗുരുക്കന്മാരെ നമുക്കറിയാം. ഇന്നും ഈ ലോകത്തിൽ ഒരുപാട് ഗുരുക്കന്മാർ അവർ ഗുരുക്കന്മാരെന്ന് അവകാശപ്പെട്ട് ജീവിക്കുന്നു. അങ്ങനെ ഗുരുക്കന്മാരുടെ ഈ ബഹുനിരയിൽ യഥാർത്ഥത്തിൽ പറയുവാനുള്ള ഏക ഗുരു കർത്താവായ യേശു ക്രിസ്തു. ഞാനൊരു സംഭവം പറയാം. ഈ അടുത്തയിടെ പ്രശസ്ത സംഗീതജ്ഞനും ചലച്ചിത്ര സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി ഇപ്രകാരം പറയുവാനിടയായി. അദ്ദേഹത്തിന്റെ സ്വന്തം വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞു, ലോകം കണ്ട മഹാഗുരു യേശു ക്രിസ്തുവാണ്. ഇത് ശ്രീകുമാരൻ തമ്പിയുടെ വാക്കുകളാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കണ്ടിട്ടുള്ള ഗുരുക്കന്മാരെല്ലാം ശിഷ്യന്മാർ ഗുരുക്കന്മാരുടെ കാലുകൾ കഴുകുന്നതാണ് അവർ ഇവിടെ നടന്നിട്ടുള്ളത്. എന്നാൽ യേശു ക്രിസ്തു എന്ന ഗുരു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി മാതൃക കാണിച്ച ലോകത്തിലെ ഒരേ ഒരു ഗുരുവാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ശ്രീകുമാരൻ തമ്പിക്ക് ക്രിസ്തുവിനെ കുറിച്ച് തോന്നിയത് ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുവെന്നാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന യുവതി യുവാക്കന്മാരോടും മാതാപിതാക്കളോടും നാട്ടിലെ ആളുകളോടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ക്രിസ്തുവിനെ കുറിച്ച്? അവനെ ഒരു ഗുരുവായി, അവനെ ഒരു രക്ഷകനായി, അവനെ ഒരു ദൈവമായി, അവനെ സർവത്തിന് മുമ്പേ ഉള്ളവനായി കാണാൻ നിങ്ങൾക്ക് കഴിയുമോ? തുടരട്ടെ ഞാൻ വേഗം. റോമർ 8:34 വാക്യം. അവിടെ ക്രിസ്തുവിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാണുന്നു. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തവൻ. സ്തോത്രം. മരിച്ചിട്ട് ഉയർത്തവൻ. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തവൻ. അതുകൊണ്ട് ഇങ്ങനെ പറയട്ടെ, മൃത്യുഞ്ജയനാണ് യേശു ക്രിസ്തു. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ ജനനം കുഴിമാടത്തോടുകൂടി അടച്ചുപൂട്ടപ്പെട്ടതല്ല. യേശു ക്രിസ്തുവിന്റെ ജനനം മറ്റാരിലും ആവർത്തിക്കപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഒരു കനകസ്തംഭമായി ചരിത്രത്തിന്റെ മധ്യേ അത് തിളങ്ങി വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു മാത്രമാണ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. ഈ ശബ്ദം പുറത്തൊക്കെ നിന്ന് കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഈ ഉപദേശിക്ക് വട്ടാണോ? എന്താണ് അവൻ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത്? മരിച്ചിട്ട് ഉയർത്തെന്ന്. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെന്ന് സത്യമാണ് ഈ പറയുന്നത്. ഇത് വെറുതെ ഒരു കള്ളമല്ല. ഒരാള് മരിച്ചിട്ട് ഉയർത്തു എന്ന് ഇതുപോലെ മൈക്ക് കെട്ടി വെച്ച് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ എന്നെ വെറുതെ വിടുവോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വെറുതെ വിടുവോ? വസ്തുതയ്ക്ക് നിരക്കാത്ത, ചരിത്രത്തിന് നിരക്കാത്ത, കല്ല് വെച്ച കള്ളം പറയുന്ന എന്നെ കല്ലെറിഞ്ഞു കൊല്ലുകയില്ലേ നിങ്ങൾ? എന്നാൽ ഞാൻ പറയട്ടെ, ചിന്താബോധമുള്ള സാംസ്കാരിക കേരളത്തോട് പറയുകയാണ്, യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തു. ഇതിനെതിരെ പറയുവാൻ ആർക്ക് കൽപ്പുണ്ട്? യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, അത് പൊള്ളത്തരമെന്ന് പറയാൻ ആരുണ്ട് ഇവിടെ?
സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ ഉയർത്തെഴുന്നേൽക്കാതിരിപ്പാൻ അന്നത്തെ റോമൻ ഗവൺമെന്റും യഹൂദ മതവും ക്രിസ്തു വിരോധമുള്ള ആളുകളും കൈകോർത്ത് നിന്ന് ഒറ്റക്കെട്ടായി അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തുവെന്നേ. 100 റാത്തൽ 100 അകിലും കൊണ്ടുള്ള ഒരു കൂട്ടുണ്ടാക്കി പശ സമാനമായി ചേർത്ത് തുണി അതിൽ മുക്കി യേശുവിന്റെ ശരീരത്തിൽ പൂശി പൊതിഞ്ഞു കെട്ടി ബാൻഡേജ് കൈകാലുകളിൽ കെട്ടുന്നത് പോലെ ഈ ശരീരം തല മുതൽ പാദം വരെയും പൊതിഞ്ഞു കെട്ടി. ഒരു ഭാഗത്തൊരു നല്ല പ്രവൃത്തിയായി നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിലും കുൽസിതമായ ഒരു സാത്താനിയ ചിന്ത ഉണ്ട് എന്ന് പറയാതിരിപ്പാൻ നിവൃത്തിയില്ല. ഉയർക്കാതിരിപ്പാനുള്ള ഒരു രഹസ്യ തന്ത്രമാണോ എന്ന് അറിഞ്ഞുകൂടാ. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഈ ശരീരത്തെ പാറയിൽ വെട്ടിയിരുന്ന അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ ഇതാ കയറ്റി വെച്ചിട്ട് അവിടെ വായിക്കുന്നത് വലിയൊരു കല്ല് ഉരുട്ടി വെച്ചു. എന്നിട്ട് റോമൻ ഗവൺമെന്റിന്റെ അധികാര മുദ്ര, ഇമ്പീരിയൽ മുദ്ര, സ്റ്റാമ്പ് മുദ്ര കുത്തിച്ചു. എന്നിട്ട് കരുത്തുറ്റ റോമൻ പോലീസുകാര് കല്ലറയ്ക്ക് ചുറ്റും വിന്യസിപ്പിച്ചു. അവരുടെ കയ്യിൽ ആയുധമുണ്ട്. അവർ നിജാന്ത ജാഗ്രതയോടുകൂടെ ഒരു ഈച്ച പോലും അകത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ അവരിത് അടച്ചുപൂട്ടി കല്ലറയ്ക്ക് കാവൽ കാത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ കല്ലറയ്ക്കല്ലാതെ ഇന്ന് വരെ ചരിത്രത്തിൽ പോലീസ് കാവൽ നിന്ന ഒരു കല്ലറ വേറെയില്ല. പോലീസ് മുദ്ര വെച്ച ഒരു കല്ലറ വേറെയില്ല. ക്രിസ്തുവിൽ മാത്രമാണത് സംഭവിച്ചത്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മടങ്ങി വേഗം വരട്ടെ. ഇങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം ഉച്ച കഴിയുമ്പോൾ കല്ലറ ബന്ധവസോടെ ചുറ്റി ഇതുപോലെ മുദ്ര കുത്തി പോലീസുകാർ കാവൽ കാത്തു നിൽക്കുന്നു. വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ച കഴിഞ്ഞു. കിഴക്ക് ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചുയർന്നു വരുന്ന ആ പ്രഭാത മുഹൂർത്തത്തിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം, മരിച്ചടക്കപ്പെട്ടതിന്റെ 3-ാം ദിവസത്തിന്റെ പ്രഭാതയാമത്തിൽ എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? കല്ലറയ്ക്ക് കാവൽ നിന്ന പോലീസുകാരെ കണക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട്, പാതാള വേതാള ശക്തികളെ തോൽപ്പിച്ചു തുന്നം പാടിപ്പിച്ചുകൊണ്ട്, അധികാര മുദ്രയെ ഭേദിപ്പിച്ചുകൊണ്ട്, മരണമേ നിന്റെ ജയമെവിടെ, പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ആ സിയോൻ രാജാവ് വിജയ കാഹള പേരിയോടുകൂടെ, ഉത്തുംഗ പ്രതാപത്തോടുകൂടെ മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത് പുറത്തു വന്നു. യേശുവിനെ പിടിച്ചു വയ്ക്കുവാൻ മരണത്തിന് കഴിഞ്ഞില്ല എന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2:24 നമ്മൾ വായിക്കുന്നത്. അവനെ പിടിച്ചു വയ്ക്കുവാൻ മരണത്തിന് കഴിഞ്ഞില്ല. അലക്സാണ്ടറിനെ പിടിച്ചു വെച്ച മരണം, നെപ്പോളിയനെ പിടിച്ചു വെച്ച മരണം, ഹിറ്റ്ലറിനെ പിടിച്ചു വെച്ച മരണം, മഹാത്മാഗാന്ധിയെ പിടിച്ചു വെച്ച മരണം, എബ്രഹാം ലിങ്കനെ പിടിച്ചു വെച്ച മരണം, ജോൺ കന്നഡിയെ പിടിച്ചു വെച്ച മരണം, ഈ നാട്ടിലുള്ള മഹാരഥന്മാരായ മതഗുരുക്കന്മാരെ പിടിച്ചു വെച്ച മരണത്തിന് എന്റെ യേശു ക്രിസ്തുവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. മരണത്തെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. അവൻ ഇതാ കല്ലറയുടെ പുറമ്പോടത്തോട് പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നു. ഉലക മഹാന്മാരെല്ലാം ഇവിടെ ഉറങ്ങുകയാണ്. നമ്മുടെ അടുത്ത സ്റ്റേറ്റാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ തമിഴ് ജനതയുടെ ആശയും ആവേശവുമായിരുന്ന മുൻ പ്രധാനമന്ത്രി അണ്ണാദുരൈയുടെ ശവകുടീരം മെട്രാസിലെ മെറീന ബീച്ചിൽ അന്തിമ വിശ്രമം കൊള്ളുകയാണ്. അദ്ദേഹത്തിന്റെ ശവകുടീരത്തിന്റെ മുമ്പിൽ തിളങ്ങുന്ന ലിപികളാൽ വലിയൊരു ആപ്തവാക്യം എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: എതയും താങ്കും അന്ത ഇരുദയം ഇங்கே തൂങ്ങുகிறது. ഓ പ്രിയപ്പെട്ടവരെ, അണ്ണാദുരൈയുടെ ഹൃദയം, അണ്ണാദുരൈയുടെ ശവശരീരം മറീന ബീച്ചിൽ ഉറങ്ങുന്നു. അതുപോലെ മഹാന്മാരുടെയൊക്കെ ശരീരങ്ങൾ, അതാ ഞാൻ പേരെടുത്ത് പറയാൻ തുടങ്ങുന്നില്ല, അതാത് സ്ഥലങ്ങളിൽ ഉറങ്ങുമ്പോൾ യേശു ക്രിസ്തു അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ ഉറങ്ങുന്നില്ല. ആ കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് ക്രൈസ്തവ ജനത ആവേശത്തോടെ പാടുന്നത്: ഉലകമകാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമകാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. സത്യമാണിത്, സത്യമാണ്.
സമയം എന്നെ അനുവദിക്കാത്തത് കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ഞാൻ മൂന്നാം ചോദ്യത്തിലേക്ക് വരികയാണ്. ഒന്ന്, ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത്? രണ്ട്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതാ മൂന്നാമത്തെ ചോദ്യം. അതേ സുവിശേഷത്തിന്റെ 27-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യണം? ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യണം? ചോദ്യം 1, ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത്? ചോദ്യം 2, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചോദ്യം 3, ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യണം? രസകരമായ ഒരു ചോദ്യമാണ്. ചോദിക്കുന്നത് ആരാന്നറിയാമോ? ചോദിക്കുന്നത് ഒരു മഹാപുരോഹിതനാണ്. മഹാപുരോഹിതന്റെ മുമ്പിൽ ഇപ്പോൾ യേശു കെട്ടപ്പെട്ടവനായി നിൽക്കുകയാണ്. ക്രിസ്തു എന്ന ചോദിക്കുന്നത് പീലാത്തോസാണ്. പീലാത്തോസിന്റെ മുമ്പിൽ ഇപ്പോൾ യേശു കെട്ടപ്പെട്ടവനായി നിൽക്കുകയാണ്. ആ 5 കോടതികളിൽ വിസ്തരിക്കപ്പെട്ട ശേഷം ഇപ്പോൾ ഇതാ വന്ന് നിൽക്കുകയാണ് വീണ്ടും പീലാത്തോസിന്റെ മുമ്പാകെ. വേണമെങ്കിൽ യേശുവിനെ പീലാത്തോസിന് വെറുതെ വിട്ടയക്കാം. അതുകൊണ്ട് തന്നെയാണ് പീലാത്തോസ് ചോദിക്കുന്നത്, ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യണം? യേശുവിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ പീലാത്തോസ് തിരിച്ചു പറയുന്നു, ആണ്ടുതോറും ഒരുവനെ വിട്ടുതരുന്നത് നിങ്ങൾക്ക് പതിവുണ്ടല്ലോ. ഞാൻ ഇപ്പോൾ യേശുവിനെ വിട്ടയക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ? അവർ പറഞ്ഞു, വേണ്ട, അവനെ വിട്ടയക്കണ്ട. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, എന്നാൽ അവനെ ഞാൻ എന്ത് ചെയ്യണം? ജനം ഒന്നടങ്കം ഇതാ പീലാത്തോസിന്റെ വെട്ടിത്തിളങ്ങുന്ന കൽത്തള കൊട്ടാരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കാട്ടാള തുല്യം കലിതുള്ളി ഇളകി മറിഞ്ഞ് അവർ ഒരുമിച്ച് അട്ടഹസിച്ച് അവർ ഇങ്ങനെ പറയുകയാണ്, അവനെ വേണ്ട, അവനെ ക്രൂശിക്ക. ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യണം? ജനം പറയുന്നു, അവനെ ക്രൂശിക്ക. മനസാക്ഷി എന്ന് പറയുന്ന ഒന്ന് മനുഷ്യ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹിതരോട് ഞങ്ങൾ പറയട്ടെ, ചിന്തിക്കുന്ന മനുഷ്യരല്ലയോ നിങ്ങൾ? യേശു ക്രിസ്തുവിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ലോകത്തിൽ നമുക്കത് വായിച്ചെടുക്കുവാനായിട്ട് കഴിയും. ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു കാര്യം കൂടി ചേർത്ത് പറയാം, ക്രിസ്തുവിനെ മാത്രമേ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുകയുള്ളൂ. വേറെ ആരെയെങ്കിലും തൊട്ടു നോക്കണം, അപ്പോഴറിയാം. തൊട്ടു നോക്കുന്നത് പൊട്ടെ, തെറ്റായ ഒരു അഭിപ്രായം പറയണം, അപ്പോഴറിയും, വിവരമറിയും. പിള്ളേർ പറയുമ്പോൾ വിവരമറിയും. എന്നാൽ ഇതാ യേശുവിനെ നിങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ കെട്ടഴിച്ചു വിട്ടിട്ട് പറയുന്നു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ക്രൂശിക്കണോ, തല്ലണോ, കൊല്ലണോ, അടക്കണോ, എന്തും ചെയ്തു കൊള്ളാം. ചോദിപ്പാൻ ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞു മരത്തില്ല. ഉള്ളതാണ്, അത് ചരിത്ര വസ്തുതയാണ്. ക്രിസ്തുവിനെ ആർക്കും എന്തും ചെയ്യാം. ചോദ്യം, ക്രിസ്തുവിന് എന്ത് ചെയ്യണം? നിനക്ക് എന്ത് ചെയ്യുവാനാണോ തോന്നുന്നത് അത് ചെയ്തു കൊള്ളുക. ആരും ചോദിക്കത്തില്ല, കേസെടുക്കത്തില്ല, നാളെ ഇവിടെ സമരം നടത്തത്തില്ല, ബന്ദ് പ്രഖ്യാപിക്കത്തില്ല, ബസ് എറിഞ്ഞു പൊട്ടിക്കത്തില്ല, വഴി തടയത്തില്ല. ഉള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ക്രിസ്തുവിന് എന്തും ചെയ്യാം. എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഭാവം? ഒരുപാടൊന്നും ചെയ്യാനില്ല. രണ്ട് കാര്യം ചെയ്യാം. ഒന്നെങ്കിൽ തള്ളിക്കളയുക, അല്ലെങ്കിൽ കൊള്ളുക. ഒന്നെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. എനിക്ക് കഴിയത്തില്ല, ഈ ചോദ്യം സ്വർണം കൊണ്ട് എഴുതേണ്ട ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യം, പുനലൂർ പട്ടണത്തിന്റെ മധ്യേ ഞങ്ങളിതാ അസ്ത്രം പോലെ തൊടുത്തു വിട്ടിട്ട് പോകുകയാണ്. പുനലൂർ പട്ടണത്തിന്റെ മുമ്പാകെ ചോദ്യം ആവർത്തിച്ച് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു, ക്രിസ്തു ചെയ്ത ദോഷമെന്ത്? അവനെ ക്രൂശിക്കണമെന്ന് പറയുമ്പോൾ പീലാത്തോസ് തിരിച്ചു ചോദിക്കുന്നു, അവൻ ചെയ്ത ദോഷമെന്ത്? പീലാത്തോസിന്റെ ചോദ്യം കടമെടുത്തുകൊണ്ട് ഈ വേദിയിൽ നിന്ന് ഈ ദൈവദാസൻ പറയുന്നു, അവൻ ചെയ്ത ദോഷമെന്ത്? കേരളത്തിന് അവൻ ചെയ്ത ദോഷമെന്ത്? ഇന്ത്യ രാജ്യത്തിന് അവൻ ചെയ്ത ദോഷമെന്ത്? ലോകത്തിന് അവൻ ചെയ്ത ദോഷമെന്ത്? യുവലോകത്തിന് അവൻ ചെയ്ത ദോഷമെന്ത്? അല്ല, നമ്മുടെ മത, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ ക്രിസ്തു ചെയ്ത ദോഷമെന്ത്? അവൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. അക്ഷരാഭ്യാസം എഴുതി തുടങ്ങി അക്ഷരങ്ങൾ കൂട്ടി വായിച്ച് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു കുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്കണം, ക്രിസ്തു ചെയ്ത ദോഷം എന്താണെന്ന്. അത് പറഞ്ഞു തരും. വ്യക്തതയില്ലാത്ത കൊഞ്ഞുന്ന വാക്കുകളിലൂടെ അവൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു അക്ഷരം പഠിപ്പിച്ചത് ദോഷമെന്ന് പറയുമോ? ക്രിസ്തു മനുഷ്യനെ ജീവിപ്പാൻ പഠിപ്പിച്ചത് ദോഷമെന്ന് പറയുമോ? വാളെടുക്കരുത്, വാൾ ഉറയിലിടുക എന്ന് സാമൂഹിക പ്രതിബദ്ധതയുള്ള, സാമൂഹിക കെട്ടുറപ്പുള്ള, സദ്ഗുണങ്ങൾ ലോക
ലോകത്തിന് പഠിപ്പിച്ചത് ക്രിസ്തു ചെയ്ത ദോഷമായിട്ട് ആരെങ്കിലും വ്യാഖ്യാനിക്കുമോ? ഇല്ലേ, ഇല്ല. ഒരുപാട് വിവരിച്ച് അവതരിപ്പിക്കേണ്ട ഒരു വിഷയത്തിൽ ഞാനിതാ വിട്ടുപോകുവാൻ താല്പര്യപ്പെടുകയാണ്. കൂടുതൽ പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ക്രിസ്തു ചെയ്ത ദോഷമെന്ത്? നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. പീലാത്തോസ് വീണ്ടും വിചാരമില്ലാതെ ക്രിസ്തുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസിനോട് എനിക്കൊരു ചോദ്യം, എന്തുകൊണ്ട് അങ്ങ് യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു? യേശു എന്ത് ദോഷം ചെയ്തിട്ടാണ് ഏൽപ്പിച്ചു കൊടുത്തത്? 2-3 കാര്യങ്ങൾ. 1 അധികാരം, 2 പണം, 3 മനുഷ്യപ്രീതി. ഇത് 3മാണ് ഇന്നും പലർക്കും ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതിന് ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നുള്ള മനുഷ്യത്വപരമായ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇതാ കണ്ണിൽ രക്തമില്ലാത്ത നിലയിൽ കഠിനമായ ഒരു വിധി പീലാത്തോസ് പ്രഖ്യാപിച്ചു. പീലാത്തോസ് രംഗം വിട്ട് മാറിപ്പോകുന്നു. ഞാൻ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം ചേർത്ത് പറഞ്ഞ് ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തങ്ങളെ ശുദ്ധീകരിച്ച നിയമരക്തം മലിനമെന്ന് വിചാരിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രീഭൂതനായി തീരും. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുമ്പിൽ 3 ചോദ്യങ്ങൾ ഞങ്ങളിവിടെ ഉന്നയിപ്പിച്ചു. 3ാമത്തെ ചോദ്യത്തിന് മറുപടി പറയാതെ നിങ്ങൾക്ക് ലോകത്തിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. ഈ യോഗം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയി ഉറങ്ങിയാലും നിങ്ങളുടെ മനസ്സിൻ്റെ മുള്ളിൽ എന്നും ഒരു മുള്ള് പോലെ ഇത് കുത്തിക്കൊണ്ടിരിക്കും. ക്രിസ്തുവിനെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും? തള്ളിപ്പറയുമോ സ്വീകരിക്കുമോ? തള്ളിപ്പറഞ്ഞാൽ നിത്യനാശമെന്ന ശിക്ഷ ഉറപ്പാണ്. ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചാൽ നിത്യജീവൻ ഉറപ്പാണ്. ഒന്നെങ്കിൽ രക്ഷ അല്ലെങ്കിൽ ശിക്ഷ. ഇതിൽ ഏത് തീരുമാനിക്കും, ഏത് തിരഞ്ഞെടുക്കും? നിങ്ങൾ ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങളുടെ ഭാവി പാകധേയം നിൽക്കുന്നത്. മാതാപിതാക്കളോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങളുടെ മക്കളുടെ പാശുരമായ ഒരു ഭാവിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ മക്കൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്ക്. മക്കൾ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കട്ടെ. രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ, മതത്തിൻ്റെ പിന്നാലെ, ലോകത്തിൻ്റെ പിന്നാലെ ഓടുന്നവർ അടികൊണ്ടും ഇടികൊണ്ടും മണ്ടപൊട്ടിയും രക്തം ചൊരിയുന്നതുമായ ദയനീയമായ കാഴ്ച നമ്മുടെ വീതികളിൽ നമ്മൾ കാണുന്നില്ല. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ജീവിച്ചാൽ, മരിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കുക. അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ ലോകത്തിൽ കണ്ണടഞ്ഞാലും ആത്മാവ് നിത്യതയിലേക്ക് പോകും. ലോകത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം, സൗഭാഗ്യ ജീവിതം ക്രിസ്തു സമ്മാനിക്കും. ബാക്കിയെല്ലാം വ്യർത്ഥവും ചപ്പും ചവറും നിരർത്ഥകവും ലോകത്തോടുകൂടെ തീർന്നു പോകുന്നതുമായ ഒന്നാണ്. അതുകൊണ്ട് ഈ ആത്മീയ പന്താവിലേക്ക് കൈവീശി മാർച്ച് ചെയ്യുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പുനലൂർ പട്ടണത്തിൽ മുഴങ്ങിയ നിർമ്മലമായ സുവിശേഷത്തിൻ്റെ ഈ മാറ്റൊലി നിങ്ങളുടെ ശ്രവണപുടങ്ങളിൽ എന്നും ഇതേ നിലയിൽ മുഴങ്ങട്ടെ. നിങ്ങളിൽ അത് രക്ഷാകരമായി പ്രവർത്തിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഈ സന്ദേശത്തിന് ഞാനിവിടെ ഉപസംഹാരം കുറിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത്? ക്രിസ്തുവിനെ കുറിച്ച് എന്ത് തോന്നുന്നു? ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യണം? നിങ്ങൾ തീരുമാനിക്കുക. ഉചിതമായ തീരുമാനമെടുക്കുക. ദൈവം സഹായിക്കട്ടെ.